എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 5 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും സകല പ്രവൃത്തികൾക്കും പിന്നിലെ ലക്ഷ്യം സ്വാർത്ഥതയാണെന്നും അവർ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളും ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും മറ്റുള്ളവരാൽ കാണപ്പെടാനും പ്രശംസിക്കപ്പെടാനുമാണ് എന്നും യേശു കർത്താവ് തുറന്നു കാട്ടുന്നതും നാം വായിച്ചു. 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിലെ മുഖ്യസ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു എന്ന് ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് യേശു കർത്താവ് പറയുന്നു. യഹൂദ മത നേതൃത്വം ദൈവത്തോട് അകന്നിരിക്കെ സകല മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനവും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അധികാരവും ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ച 4 കാര്യങ്ങൾ: വിരുന്നുകളിലെ ഏറ്റവും മാന്യമായ സ്ഥലം, സിനഗോഗുകളിലെ പ്രധാന ഇരിപ്പിടങ്ങൾ, ചന്തസ്ഥലങ്ങളിൽ ആദരപൂർവമായ വന്ദനം, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് എന്നിവയാണ്. വിരുന്നുകളിലെ ബഹുമാന്യ സ്ഥാനം എന്ന പ്രയോഗം ആതിഥേയന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തുള്ള മേശയിലെ പ്രാഥമിക ഇരിപ്പിടത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിരുന്നിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി ഇരിക്കുന്ന സ്ഥലമാണിത്. ആതിഥേയൻ ഇരിക്കുന്ന സ്ഥലത്തോട് ഒരു വ്യക്തി കൂടുതൽ അടുക്കുന്തോറും അവർ കൂടുതൽ പ്രാധാന്യമുള്ളവരായി കാണപ്പെടുന്നു, കൂടാതെ അവർക്ക് കൂടുതൽ ബഹുമാനിക്കപ്പെട്ടതായി തോന്നുന്നു. സിനഗോഗുകളിലെ പ്രധാന സ്ഥാനങ്ങൾ അധികാര സ്ഥാനങ്ങളായിരുന്നു. കാരണം യഹൂദ സംസ്കാരത്തിൽ വളരെയധികം സാമൂഹ്യ സ്വാധീനമുണ്ടായിരുന്ന സിനഗോഗുകളിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പുരുഷന്മാർക്ക് അവരുടെ സമൂഹങ്ങളിലെ ആളുകളെ പള്ളികളിലും കൂട്ടായ്മയിലും ഉയർത്താനോ പുറത്താക്കാനോ അധികാരമുണ്ടായിരുന്നു. തങ്ങൾ ഭരിക്കുന്നവരുടെ മേൽ ആധിപത്യം സ്ഥാപിപ്പാൻ അധികാരം ദുരുപയോഗം ചെയ്യുന്ന വിജാതീയ ഭരണാധികാരികളെ പോലെയാണ് ശാസ്ത്രിമാരും പരീശന്മാരും പെരുമാറിയത് എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമായിരുന്ന ചന്തസ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതോ ബഹുമാനത്തിന് അർഹതയുള്ളതോ ആയ ഒരാളെ കണ്ടാൽ അവർ ആ വ്യക്തിക്ക് ആദരപൂർവമായ വന്ദനം അർപ്പിച്ചിരുന്നു. ജനങ്ങളുടെ മുൻപാകെ ആദരസൂചകമായി മുട്ടുകുത്തി പോലും ജനം തങ്ങളെ വന്ദനം ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നവരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. ഇവർ മറ്റു മനുഷ്യർ എല്ലാം തങ്ങളെ റബ്ബി എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടു. റബ്ബി എന്നത് യഹൂദർക്കിടയിൽ വളരെ ബഹുമാന്യമായ ഒരു സ്ഥാനപ്പേരാണ്. കാരണം അധികാരവും അറിവിന്റെ വ്യാപ്തിയും സൂചിപ്പിക്കുന്ന പദമായിരുന്നു. റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം ഗുരു എന്നാണ്. ദൈവത്തിന്റെ നിയമം പഠിപ്പിക്കുന്നവനായിരുന്ന ഒരു റബ്ബിയുടെ അധികാരത്തിന് കീഴിൽ പഠിച്ച അനേകം അനുയായികൾ ഉണ്ടായിരുന്നു. എല്ലാവരും തങ്ങളെ റബ്ബി എന്ന് വിളിക്കണമെന്ന് യഹൂദ മത നേതൃത്വത്തിന്റെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അധികാരവും ആഗ്രഹവും മാനസാന്തരപ്പെടാതെ ദുഷ്ടരായി തുടരുമ്പോഴും മറ്റു മനുഷ്യർക്ക് മുമ്പിൽ ഏറ്റവും ബഹുമാനവും അധികാരവും ആഗ്രഹിച്ച പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അഹങ്കാരത്തെയും പൊങ്ങച്ചത്തെയും ക്രിസ്തു ഇവിടെ തുറന്നു കാട്ടുന്നതായി കാണാം. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളോ റബ്ബി എന്ന് പേർ എടുക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരുടെയും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേർ എടുക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായി നാം വായിക്കുന്നു. ഈ വേദഭാഗത്ത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അരുതെന്ന് വിലക്കിയ 3 കാര്യങ്ങൾ ഇവയായിരുന്നു. 1. റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. 2. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. 3. നിങ്ങളെ നായകന്മാർ എന്ന് വിളിക്കരുത്. ഈ പരാമർശങ്ങൾ മനുഷ്യർക്കുള്ളതല്ല, ത്രിത്വത്തെ അഥവാ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പദങ്ങളാണ് എന്ന് കർത്താവ് സൂചിപ്പിക്കുകയായിരുന്നു. അത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഈ 3 വാക്യങ്ങളുടെയും പ്രഖ്യാപനം ദൈവത്തിന്റെ ത്രിത്വ സ്വഭാവത്തെയും ഇവിടെ പ്രതിപാദിച്ച ഓരോ പദവും ത്രിത്വത്തിലെ ഓരോ അംഗത്തെയും പരാമർശിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. 1. പരിശുദ്ധാത്മാവ് നമ്മുടെ ഏക റബ്ബി അഥവാ ഏക ഗുരുവാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ് എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. നെഹമ്യാവ് 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവിനെ പറ്റി പ്രതിപാദിക്കുന്നതായും നാം വായിക്കുന്നു.
എന്നാൽ പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് കർത്താവ് ഗുരു അഥവാ റബ്ബി എന്ന അധ്യാപകനായി ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ 14:26 നാം വായിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും എന്ന് ലൂക്കോസ് 12:12 യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് റബ്ബി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് എന്ന് കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സമാധാന ബന്ധത്തിൽ എങ്ങനെ ഒന്നിപ്പിക്കുന്നു എന്നതിനെയും ക്രിസ്തു ശിഷ്യർ എല്ലാവരും തുല്യരായി ദൈവാത്മാവിന്റെ അധ്യാപനത്തിനു കീഴിൽ മാത്രമാണ് ഒരു കുടുംബത്തെ പോലെ ജ്ഞാനം പ്രാപിക്കുന്നത് എന്നും സൂചിപ്പിക്കുന്നു. ദൈവാത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാത്തുസൂക്ഷിക്കുക എന്ന് എഫെസ്യർ 4:3 എഴുതിയിരിക്കുന്നു. 2. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവം മാത്രമാണ് പിതാവ് എന്ന് ആത്മീയ അർത്ഥത്തിൽ വിളിക്കപ്പെടുവാൻ യോഗ്യനായുള്ളൂ എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് ഒരു പിതാവിനോട് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 103:13 നാം വായിക്കുന്നു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് മത്തായി 6:6 നാം വായിച്ചു. 1 യോഹന്നാൻ 3:1 കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് ദൈവപിതാവിനെയും അവിടുത്തെ സ്നേഹത്തെയും കുറിച്ച് എഴുതിയിരിക്കുന്നു. 3. ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏക നേതാവാണ് എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉടുപ്പിലും തുടയിലും രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം എഴുതിയിരിക്കുന്നു എന്ന് വെളിപാട് 19:16 നാം വായിക്കുന്നു. ക്രിസ്തു എന്ന നിലയിൽ യേശു സകലത്തിന്റെ മേലും അധികാരമുള്ളവനായ നിത്യരാജാവായ നേതാവാകിയാൽ അങ്ങനെ അഭിസംബോധന ചെയ്യുവാൻ മനുഷ്യർ യോഗ്യരല്ല എന്ന് കർത്താവ് പ്രബോധിപ്പിക്കുന്നു. 11-12 യേശു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് പറയുമ്പോൾ കർത്താവ് മുൻപ് മത്തായി 18:1-4 വാക്യങ്ങളിലും മത്തായി 20:25-28 വാക്യങ്ങളിലും പറഞ്ഞത് കർത്താവ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവരെക്കാൾ സ്വയം ഉയർത്തുക എന്നതിലൂടെ മഹത്വം അന്വേഷിക്കുന്നവർക്കുള്ള ആത്യന്തിക ഫലം അവർ താഴ്ത്തപ്പെടും എന്നതാണ് എന്നും ദൈവരാജ്യത്തിൽ മറ്റുള്ളവരെ തന്നെക്കാൾ ഉയർത്തുന്നവരാണ് ദൈവത്താൽ ഉയർത്തപ്പെടുന്നത് എന്നും കർത്താവ് വ്യക്തമാക്കും.